അഞ്ജുവിനെ വിളിച്ച് നിവിയെക്കുട്ടി ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞുവെങ്കിലും അതെന്തിനെന്ന് അവയ്ക്ക് മനസ്സിലായില്ല. ആ സംശയത്തോടെ അവൻ വിനയെ നോക്കി. നിവിത ഈ വിവാഹക്കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ അബി. നിരഞ്ജൻ തന്നെ അവളോട് കാര്യങ്ങൾ പറയട്ടെ, അത് കഴിഞ്ഞ് മതിയല്ലോ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, അതല്ലേ നല്ലത്. കാര്യം എന്തെന്നറിയാനായി തന്നെ നോക്കി നിന്നവനോട് വിനയ് പറഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാൻ നിൽക്കുന്നവനെ കാണി വിനയ്ക്ക് ഒരുപാട് സ്നേഹം തോന്നി. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിൽ പോലും സ്വന്തം സഹോദരനോട് തോന്നാ അതേ സ്നേഹം, കരുതൽ ഒക്കെ തോന്നിയവനും. 2-2.5 വർഷം മുൻപ് ജീവനുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം റോഡരികിൽ കിടന്നവനെ വാരി കൂട്ടിയെടുത്ത് കൂടെ കൂട്ടിയതാണ്. അന്നു മുതൽ ഇന്ന് വരെ ആരോടും ഒന്നിനും എടുത്തു ചാടി പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. മോശമായി പറയുന്നവരോട് പോലും മുഖം കറുപ്പിച്ച് ഒരു വാക്കും വേണ്ടിയിട്ടില്ല. വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരുവൻ. എന്നിട്ടും ജീവിതത്തിൽ എവിടെയോ കാലിടറി വീണുപോയി. അങ്ങനെ പറയാൻ പറ്റില്ല. സ്നേഹം കാണിച്ച് ചതിച്ച് വീഴ്ത്തിയെന്ന് വേണം പറയാൻ. ഇന്നും ആ മുറിപ്പാടിൽ നിന്ന് രക്തം കിരിയുന്നുണ്ട്. ഒരു പെണ്ണ് കൊടുത്ത ഉണങ്ങാത്ത മുറിവ്. ആ മുറിവ് ഉണങ്ങാൻ മറ്റൊരു പെൺകുട്ടിക്ക് കഴിഞ്ഞേക്കാം. തീർച്ചയായും അതിന് നിവിതിയാണെങ്കിൽ നന്നാവുമെന്ന് തോന്നി. അതുകൊണ്ട് കൂടെയാണ് പെട്ടെന്ന് ഇതിവിടെ വരെ താൻ കൊണ്ടെത്തിച്ചത്. മനസ്സിൽ ഓരോന്നും ഓർത്തുകൊണ്ട് രാധികയെ നോക്കി വിനയ്. മോൻ പറഞ്ഞതാണ് അബി, അതിന് ശരി. ആ കുഞ്ഞൊരുപാട് വിഷമങ്ങളോടെ കടന്നു പോകുമല്ലേ. അപ്പോൾ ആദ്യം അവൾക്ക് ഇതിന് സമ്മതമാണെന്ന് അറിയണ്ടേ, എന്നിട്ട് നീ സംസാരിച്ചാൽ മതി. വിനയ് പറഞ്ഞത് ശരി വെച്ചു രാധിക. എന്നാൽ പിന്നെ വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാം. ആദ്യം അവർ ഏട്ടനും അനിയത്തിയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തട്ടെ. ആലോചനയോടെ നിൽക്കുന്നവൻ്റെ തോൾ കൈയിട്ട് ചേർത്ത് പിടിച്ച് വിനയ്. അബി അതിനൊന്ന് മൂളിയതേയുള്ളൂ. പിന്നെ കൂടുതൽ നേരം നിൽക്കാതെ വിനയും സച്ചിനും അവരോട് യാത്ര പറഞ്ഞിറങ്ങി. എന്തിനേട്ടാ എന്നോട് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? റൂമിലേക്ക് കയറി വന്ന പാടി ഓടി വന്ന് നിരഞ്ജനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിവി തിരക്കി. ഏട്ടന് കുഞ്ഞോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അല്ല, അഞ്ചു വന്നില്ലേ? നീയും അഞ്ചും കൂടെ ഒരുമിച്ച് വരുമെന്നാണല്ലോ അബി പറഞ്ഞത്. അവളെ പിടിച്ചടുത്തിരുത്തിക്കൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. അഞ്ച് താഴെ അവളുടെ ഏട്ടൻ്റെയും സച്ചിൻ ഏട്ടൻ്റെയും ഒപ്പം വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി ഓടിങ്ങി പോന്നാണ്. ഇവിടുന്ന് തിരികെ പോകുമ്പോൾ ഗാന്ധി പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുവാണ് അഞ്ചു. കുട്ടികളെപ്പോലെ കൊഞ്ചി പറഞ്ഞു നിവിത. ഏട്ടൻ കുഞ്ഞോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അനുസരിക്കുമോ? ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ കുഞ്ഞിക്ക് സങ്കടം തോന്നും. എന്നാൽ കുറെ കഴിയുമ്പോൾ കുഞ്ഞിക്ക് മനസ്സിലാകും ഏട്ടൻ്റെ കുട്ടിക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലതാണ് ഏട്ടൻ തന്നതെന്ന്. അവളെ ചേർത്ത് പിടിച്ചിരുന്ന നിരഞ്ജൻ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാവാതെ അവൾ മുഖമുയർത്തി നിരഞ്ജനെ നോക്കി. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഏട്ടൻ ഒരു വിഷമവും വേണ്ട എന്നോട് പറയാൻ. നിരഞ്ജന്റെ കലങ്ങിയ കണ്ണുകൾ കാണി എന്തു പറയാൻ വിഷമമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയ നിവി അവൻ്റെ കവളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. കുഞ്ഞി, മോൾക്കൊരു കല്യാണാലോചന. എന്താ എന്താ പറഞ്ഞേ? നിരഞ്ജൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് ഒരു പിടച്ചിലൂടെ അവൾ അവനെ നോക്കി ചോദിച്ചു. ഏട്ടൻ പറയട്ടെ കുഞ്ഞി, എന്നിട്ട് മോൾ മറുപടി പറഞ്ഞാൽ മതി. അവളുടെ മനസ്സിലെ വിഷമം അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സ് കല്ലാക്കി നിരഞ്ജൻ പറഞ്ഞു. നിരഞ്ജന്റെ ശബ്ദത്തിലെ സങ്കടം മനസ്സിലാക്കിയിട്ടോ എന്തോ നിവി മെല്ലെ എന്ന് മൂളിയതേയുള്ളൂ. ആളെ നീ അറിയും. ആ വീട്ടുകാരെയും നിനക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നിന്നെയും അവർ സ്വന്തമായി കാണും കുഞ്ഞി. മുൻപ് അവിടെ പോയപ്പോഴും വീട്ടിലേക്ക് വന്നപ്പോഴും രാധികയും മഞ്ജും നിവിതയോട് പെരുമാറുന്നത് ഓർത്തുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. കുഞ്ഞി എന്താ അതാരാണെന്ന് ചോദിക്കാത്തത്? നിരഞ്ജൻ പറയുന്നതൊക്കെ കേട്ട് മുഖം കുനിച്ചിരിക്കുന്നവളെ കാണേ നെഞ്ചൊന്ന് പിടഞ്ഞെങ്കിലും അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു. ഏട്ടൻ പറഞ്ഞാൽ മതി. വിറയ്ക്കുന്ന ശബ്ദത്തിൽ നിവി പറഞ്ഞു. അഭിജിത്താണ് പയ്യൻ, നിന്റെ അഞ്ജുവിൻ്റെ ഏട്ടൻ. ആ വീട്ടിലേക്ക് പോകാൻ കുഞ്ഞിക്ക് ഇഷ്ടമല്ലേ? അവളുടെ മുഖം ഇരു കൈകളിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ഏട്ടാ എനിക്ക് വിങ്ങി പൊട്ടിക്കൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു നിവി. ഒന്നുമില്ല ഏട്ടൻ്റെ കുഞ്ഞി, ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഒന്നുമില്ല. നീ എന്താണെന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് എന്നെപ്പോലെ തന്നെ അറിയാലോ അബിക്കും അവൻ്റെ വീട്ടുകാർക്കും. അവർക്ക് എൻ്റെ കുഞ്ഞെ സ്വന്തം പോലെ നോക്കിക്കോളും. നമുക്ക് ലക്ഷ്മിയെ തോൽപ്പിക്കണ്ടേ? അതിൻ്റെ ആദ്യപടിയാണ് അവൾ കൊണ്ടുവന്ന ആ ഡോക്ടറെ പുറങ്കാൽ കൊണ്ട് തട്ടിക്കളയുന്നത്. അവളെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ച് കളഞ്ഞിട്ട് നിരഞ്ജൻ പറഞ്ഞു. മോള് എന്താണ് മിണ്ടാതിരിക്കുന്നത്? നിന്റെ മനസ്സിലുള്ളത് എന്തായാലും പറയേ. ഇപ്പം നിന്റെ മനസ്സിൽ മനുവില്ലെന്ന് ഏട്ടനറിയാം. പതിയാണെങ്കിലും നിനക്ക് അബിയെ സ്നേഹിക്കാൻ കഴിയും കുഞ്ഞി. അതുപോലെ നീ സുരക്ഷിതയാണെന്നത് എനിക്ക് സമാധാനമാണ്. ഏട്ടാ, എനിക്ക് ആ വീട്ടിൽ അവർ ആഗ്രഹിക്കും പോലെ ഒരു മരുമകളോ ഭാര്യയോ ജീവിക്കാൻ കഴിയോ? അതുപോലെ ഏട്ടനെ ആ യക്ഷിക്കടുത്ത് തനിച്ചാക്കി ഞാൻ എങ്ങനെ അവിടെ പോയി സമാധാനത്തോടെ നിൽക്കും? നിരഞ്ജൻ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും ആശങ്കയോടെ ചോദിച്ചുകൊണ്ട് നിവി ഏട്ടനെ നോക്കി. അവൾ എന്നെ ഒന്നും ചെയ്യില്ല കുഞ്ഞി. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ സ്വയം എഴുന്നേൽക്കാനാവാതെ കിടന്നപ്പോൾ ചെയ്യുമായിരുന്നില്ലേ? ഇപ്പോൾ എൻ്റെ പേടി അവൾ എൻ്റെ കുഞ്ഞ് വലുതും ചെയ്താലോ എന്നാണ്. അതുകൊണ്ട് കൂടിയാണ് ഏട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിരഞ്ജൻ. മോൾക്ക് സമ്മതമാണല്ലോ അല്ലേ ഈ വിവാഹത്തിന്? ഒരു ഉറപ്പിനും എന്ന വണ്ണം നിരഞ്ജൻ വീണ്ടും ചോദിച്ചു. എൻ്റെ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാതെ ഇരിക്കോ?
മറു ചോദ്യമാണ് നിവി അവനോട് ചോദിച്ചത്. ആ ചോദ്യത്തിൽ നിറഞ്ഞിട്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. അവൻ ആ വിങ്ങലോടെ തന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അബിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിനക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെ അവനോട് പറയാം. നിരഞ്ജൻ പറയുന്നതിന് മറുപടി ഒന്നും പറയാതെ ആ ഏട്ടന് നെഞ്ചോരം ചേർന്നിരിക്കുന്ന അനിയത്തെ കണ്ടുകൊണ്ടാണ് വിനയും അബിയും ഉൾപ്പെടെ ഉള്ളവർ അങ്ങോട്ട് കയറി വന്നത്. ദാ അബി വന്നല്ലോ. അബി, കുഞ്ഞെ കൂട്ടിന്ന് പുറത്ത് പോയിട്ട് വാ. ഇനി നിങ്ങൾ രണ്ടാളും പറയാനും ചോദിക്കാനും ഉള്ളതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടെ ഒരു തീരുമാനം എടുത്തിട്ട് തിരികെ വന്നാൽ മതി. തൻ്റെ നെഞ്ചോരം ചാഞ്ഞിരുന്നവളുടെ നെറുകിൽ തലോടിക്കേണ്ട നേരത്തൊരു പുഞ്ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. പാർക്കിങ്ങിൽ വന്ന് അവിടെ ഇരിക്കുന്ന ബംഗാളികളെയും അവിടെയൊക്കെ ഓടിക്കളിക്കുന്ന കുട്ടികളെയും മറ്റും ആളുകളെയും ഒക്കെ നോക്കിയിട്ട് കുറേയേറെ നേരമായിട്ടും എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ പരസ്പരം നോക്കാതെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അബിയും നിവിയും. നിവിത, ഒടുവിൽ അബി തന്നെ മൗനം ഭേദിച്ചുകൊണ്ട് വിളിച്ചു. അവൾ മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് മുഖം ഉയർത്തി അവനെ നോക്കി. എടോ, തൻ്റെ ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എന്താ തൻ്റെ തീരുമാനം? തൻ്റെ അടുത്തിരിക്കുന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അബി ചോദിച്ചു. പറഞ്ഞു. പക്ഷേ എനിക്ക് തൊണ്ടയിൽ കനത്ത സങ്കടത്തിൽ നിവിക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൾ വിങ്ങിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും കരയാതെ പറഞ്ഞോ, കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അവളുടെ മനസ്സിലെ സംഘർഷം പറഞ്ഞ പോലെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അബി പറഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ അറിയാമല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനീ കല്യാണത്തിന് സമ്മതിച്ചത്? എന്തായാലും എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടായാലും ആരെയെങ്കിലും കേട്ടേണ്ടി വരും. എങ്കിൽ പിന്നെ അത് നിവിത തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നിവിതയ്ക്ക് എന്താ കുഴപ്പം? ഒരാളെ പ്രണയിച്ചു, അയാളുമായി വിവാഹം നിശ്ചയിച്ചു, അത് മുടങ്ങിപ്പോയി എന്നതൊക്കെയാണ് ഇയാളുടെ കുറവെങ്കിൽ അതിലും വലിയ കുറവല്ലേ സ്നേഹിച്ച പെണ്ണെ വിളിച്ചിറക്കി കൊണ്ടുവന്ന 3 ദിവസം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് കഴിഞ്ഞത്. മുഖം കുനിച്ചിരുന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തൊരു കുട്ടിയുടെ ഭാവമായിരുന്നു അവയ്ക്ക്. ഞാനും പൂർണ്ണമായും പരിശുദ്ധിയൊന്നുമല്ല. പൂർണ്ണമായിട്ടില്ലെങ്കിലും പ്രണയിക്കുന്നവർക്കിടയിൽ സംഭവിക്കുന്നതൊക്കെ ഞങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ല. പക്ഷെ കൂടെ കൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞതിനെ പറ്റി പറയരുത്, അതുപോലെ ചതിക്കരുത്. കണ്ണുകൾ മുറുക്കി അടച്ചിരുന്ന് പറയുമ്പോൾ നിവിയിൽ സ്വയം വെറുപ്പ് തോന്നിയിരുന്നു. ഏതേതോ വേദനിക്കുന്ന ഓർമ്മകളിൽ കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പിയും പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. കുഴിച്ചുമൂടി വേദനിപ്പിക്കുന്ന വെറുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ഇനി കുഴി മാന്തി പുറത്തെടുക്കണ്ട. അത് അങ്ങനെ തന്നെ ഒടുങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ചിലപ്പോൾ അതൊക്കെ നമുക്കൊരു ബാധ്യതയാകും. കഴിഞ്ഞതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് പറയാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കാനും അല്ലേ എനിക്ക് പറ്റുള്ളൂ. നിവിതയ്ക്ക് എൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരുന്നുകൊണ്ട് അബി പറഞ്ഞു. എൻ്റെ പാസ്റ്റ് ഒന്നും ചേട്ടന് ബുദ്ധിമുട്ടല്ലെങ്കിൽ എൻ്റെ ഏട്ടനെ ഒറ്റപ്പെടുത്താതെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ചേർത്ത് പിടിക്കുമെങ്കിൽ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അല്പം നേരത്തെ കൂട്ടലും കിഴിക്കലും നടത്തിക്കഴിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഉറപ്പോടെ നിവി പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിവിത, അതുകൂടെ കേട്ടിട്ടൊന്ന് ആലോചിച്ചിട്ട് സമ്മതം പറഞ്ഞാൽ മതിയിടോ. അബി പെട്ടെന്ന് പറഞ്ഞതും ഇനി എന്തെന്ന പോലെ നിവി അവനെ നോക്കിയിരുന്നു. എടോ, ഇയാൾക്ക് ഇപ്പോൾ കൂടിയാൽ 20 വയസ്സ് അത്രയല്ലേ ഉള്ളൂ? അബിയുടെ ചോദ്യത്തിന് അവൾ നേർത്തൊന്ന് മൂളി. എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. നമ്മൾ തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. അതുകൂടെ താനൊന്ന് ആലോചിക്കുക. അബി അവളുടെ മുഖത്ത് നോക്കാൻ മടിച്ച് അല്പം മാറി ഓടിക്കളിക്കുന്ന 2 ചെറിയ കുട്ടികളെ നോക്കിയിരുന്നു പറഞ്ഞു. അതിനിപ്പോൾ എന്താ പ്രശ്നം? വയസ്സൊന്നും എനിക്ക് വിഷയമേ അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പലരും പലതും പറയും. അതൊന്നും കേട്ട് എന്നെ നോക്കി മുഖം കറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. നിവി അവനെ നോക്കി ആദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോൾ നിവിതയ്ക്ക് എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് സമ്മതം. നിരഞ്ജനോട് പറയാലോ അല്ലേ? അതേ പുഞ്ചിരിയുടെ അവൾ അതിനൊന്നും മൂളി. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ആ 2 അവിടെ നമ്മളെ കാത്തിരിക്കുമല്ലേ? പാർക്കിന്റെ അങ്ങേ സൈഡിലുള്ള കോൺക്രീറ്റ് ബെഞ്ചിലിരുന്ന് കഥ പറയുന്ന സച്ചിനെയും മഞ്ജുവിനെയും നോക്കി അബി പറഞ്ഞു. അതിന് മറുപടി പറയാതെ തലയാട്ടി സമ്മതിച്ചിട്ട് അവനൊപ്പം പോകാനായി എഴുന്നേറ്റു നിവിയും. നിവിത, എന്തേലും എതിർപ്പ് പറയുമോ നിരഞ്ജ? എന്നാ പിന്നെ ആ ചെറുക്കൻ്റെ കാര്യം പറയണ്ട. നിവിയോട് സംസാരിക്കണമെന്നതായിരുന്നു അവൻ്റെ ആദ്യത്തെ ആവശ്യം. എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ അവൻ പറയുകയും ചെയ്യും. അതിലൊന്നും ഒളിവും മറവും ഒന്നും ഉണ്ടാവില്ല. ആലോചനയോടെ ഇരിക്കുന്ന നിരഞ്ജൻ്റെ തോൾ തട്ടിക്കൊണ്ട് വിനയെ തിരക്കി. അബിയെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും അഞ്ചു പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിക്കറിയാം. അതുകൊണ്ട് തന്നെ എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് തന്നെ അവൾ തുറന്നു പറയുമായിരുന്നു. നിരഞ്ജന് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ദിവസം നോക്കി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതല്ലേ നല്ലത്? അതോ ഈ ജാതകപ്പൊരുത്തമൊക്കെ നോക്കി മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു വേണോ? ചോദ്യഭാവത്തിൽ വിനയ് നിരഞ്ജനെ നോക്കി. അതൊന്നും വേണ്ട ഡോക്ടറെ, എല്ലാം നോക്കി ഒരിക്കൽ നിശ്ചയം നടത്തിയതല്ലേ, എന്നിട്ടെന്താ ഉണ്ടായത്? ഇനിയൊന്നും നോക്കണ്ട. ഏറ്റവും അടുത്തൊരു ദിവസം വിവാഹം രജിസ്റ്റർ ചെയ്യണം, അത്രയുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് നടത്തിയ ശേഷം നേരെ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. അതല്ലേ നല്ലത്?
നിരഞ്ജൻ പറഞ്ഞു കേൾക്കെ തൻ്റെ അഭിപ്രായം പറഞ്ഞു വിനയ്. മതി, അങ്ങനെയായാലും മതി. അവൾ സുരക്ഷിതയായിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത്രേ വേണ്ടൂ. അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും എനിക്ക് മടിയില്ല. ഓരോ വാക്ക് പറയുമ്പോഴും നിവിയോടുള്ള സ്നേഹം നിരഞ്ജൻ്റെ കണ്ണുകളിലും മുഖത്തിലും വാക്കുകളിലും തെളിഞ്ഞു നിൽക്കുന്നത് വിനയ് കണ്ടു. അമ്മ ആര്യയെ വിളിച്ചിട്ട് അവളെന്താ പറഞ്ഞേ? ഇന്നിങ്ങോട്ട് വരുമോ? ഞാൻ അളിയനെ വിളിക്കാൻ പോവാണ്. ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അഭി ചോദിച്ചു. നീ ഇപ്പോൾ പ്രവീണിനെ വിളിക്കണ്ട എന്നാണ് ആര്യ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ശേഷം അവിടെയുള്ളവർ അറിഞ്ഞാൽ മതിയെന്ന്. ഈ പെണ്ണ് ഇത് എന്ത് പറ്റിയാവോ? വല്ലായ്മയുടെ രാധിക പറഞ്ഞു. ചിലപ്പോൾ പ്രവീണേട്ടനോട് പറഞ്ഞ ആ സ്ത്രീ അറിഞ്ഞാലോ എന്ന് കരുതിയിട്ടാവും അമ്മേ. അവരുടെ ആവലാതി കേട്ട് അങ്ങോട്ടൊന്ന് അഞ്ചു പറഞ്ഞു. എന്ത് പറഞ്ഞാലും അവളില്ലാതെ എങ്ങനാ? രാധികയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു. ഞാനെന്ന് അവളെ വിളിച്ച് സംസാരിക്കട്ടെ. അഭി ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മ വിഷമിക്കേണ്ട, ചേച്ചിക്ക് പേടിയാണ്. ആ വിനോദിനെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ എന്നല്ലാതെ വേറൊന്നുമല്ല. അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണി വിഷമത്തോടെ പറഞ്ഞു അഞ്ചു. പ്രവീണിനോട് പറയണ്ടെന്ന് അവൾ പറഞ്ഞാലും നമുക്കൊരു മര്യാദയില്ലേ മോളെ? പിന്നീട് അറിയുമ്പോൾ അവരെന്താ കരുതുക? അത് അവൾക്കൊന്ന് ഓർത്തുകൂടെ? അതുപോലെ അവളല്ലേ ആ താലി മുറുക്കിയിടേണ്ടത്. അപ്പം ചടങ്ങിന് അവളില്ലാതെ എങ്ങനെയാണ്? സങ്കടത്തോടെ പറഞ്ഞിട്ട് അവർ അഞ്ജുവിനെ നോക്കി. ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് നിന്നവൾ രാധിക ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ആര്യ ഫോൺ എടുത്തു. അബി, അവൾ എന്താ പറയുന്നത്? തെളിച്ചില്ലാത്ത മുഖത്തോടെ കയറി വരുന്ന അബിയോടായി ചോദിച്ചുകൊണ്ട് രാധിക അവനടുത്തേക്ക് വന്നു. അളിയനിപ്പോൾ വിളിക്കണ്ട, കല്യാണം കഴിഞ്ഞ ശേഷം വിളിച്ചു പറഞ്ഞാൽ മതിയെന്നാണ് അവൾ പറയുന്നത്. അളിയൻ വരുമ്പോൾ അവൾ കൂടെ വന്നോളാന്ന്. അവൾക്കിത് എന്തു പറ്റിയമേ? ഞാൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നുമില്ല. ഇനിയിപ്പോൾ നിവിതയെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാകും അവൾക്ക്? സ്വയം എന്നോണം പറഞ്ഞുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ഇരുന്നു അബി. ഒരിക്കലും ഇല്ല ഏട്ടാ, ചേച്ചിക്ക് നിവിയെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചേച്ചി പറയും അവൾ എന്തായാലും പാവമാണെന്നൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ടേ വേണ്ട. ആ വിനോദിനെ എങ്ങാനും മറിഞ്ഞാൽ എന്തെങ്കിലും തരികിടപ്പണി ഒപ്പിച്ച് ആ യക്ഷി അറിയിച്ചാലോ എന്നുള്ള പേടിയായിരിക്കും ചേച്ചിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അളിയനോട് പറഞ്ഞെന്ന് വെച്ച് അതെങ്ങനെയാ തള്ളു അറിയും? അഭിമുഖം തിരിച്ച് അഞ്ജുവിനെ നോക്കി. അവളാണെങ്കിൽ രാധികയും. അത് പിന്നെ അഭി, പ്രവീൺ അവൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവരോട് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാധിക മടിച്ച് പറഞ്ഞു. അമ്മ എന്താ പറയുന്നത്? അളിയൻ അങ്ങനെ അവരോട് നമുക്കെതിരായിട്ട് പറയോ? എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടുന്ന ആളല്ലേ? ആര്യ പറഞ്ഞോ അമ്മയോടങ്ങനെ? ചോദിക്കുന്നതിനൊപ്പം അഭിമുഖം തിരിച്ച് അമ്മയെ നോക്കി. എനിക്കറിയില്ല മോനെ, ആ പെണ്ണെന്തൊക്കെയോ പറയുന്നു. എന്നാലോ ഒന്നും വിട്ടു പറയുന്നുമില്ല. എന്തായാലും നിന്റെ കല്യാണം ഒന്ന് നടക്കട്ടെ അബി. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അബിയുടെ മുഖത്തെ ആശങ്ക കാണി രാധിക അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ വൈഷ്ണവി ഇടയ്ക്ക് അവിടെ വന്ന് നിന്നില്ലേ, അത് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. അന്ന് ചേച്ചി വാശി പിടിച്ച് മോളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ, അതൊന്നും ചിലപ്പോൾ പ്രവീണേട്ടന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഇവിടുന്ന് പോകാനും ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അഞ്ജു അവളുടെ സംശയം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നിന്റെ കാര്യം നടക്കട്ടെ, അത് കഴിഞ്ഞ് പ്രവീണിനെ വിളിച്ച് അറിയിക്കാം നമുക്ക്. എന്തായാലും അവൻ ആരെയെ കൂട്ടി ഇങ്ങോട്ട് വരാതെ ഇരിക്കില്ലല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അബി, ഇവളെ കൊണ്ടുപോയി നിവിരി അടുത്താക്കിയിട്ട് വാ. രാധിക പറഞ്ഞതിനൊന്ന് മൂളിക്കണ്ട അബി അഞ്ജുനെ കൂട്ടി ഇറങ്ങി. നീ എന്താ അഞ്ജു പെട്ടെന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്? ഈ സന്ധ്യ നേരത്തെ ഒറ്റയ്ക്കാണോ വന്നത്? ധൃതിയിൽ മുറ്റത്തു നിന്നും കയറി വരുന്ന അഞ്ജുവിനെ കണ്ട് ഉമ്മർത്തിൽ വിളക്ക് വയ്ക്കുകയായിരുന്ന ലക്ഷ്മി തിരക്കി. അമ്മ വിളിച്ചിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇങ്ങോട്ട് വന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഏട്ടനാണ് കൊണ്ടുവിട്ടത്. നിവി ആ യക്ഷയുടെ എന്താകും പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അറിയാത്തതിനാൽ എന്തൊക്കെ പറഞ്ഞൊപ്പിച്ചു അഞ്ജു. കുഞ്ഞി പറഞ്ഞിരുന്നു നിന്റെ ചേച്ചിയുടെ വീട്ടിൽ അത്യാവശ്യമായി പോകേണ്ട കാര്യമുണ്ടായിരുന്നെന്ന്. നാളെ നിങ്ങൾക്ക് എന്തോ എക്സാം ഉണ്ട്, അതുകൊണ്ട് നീ ഇന്ന് തന്നെ വരുമെന്ന് അവൾ പറഞ്ഞിരുന്നു. നീ വന്നോ അഞ്ജു? നീ ഇനിയും താമസിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും രാത്രി മുൻപ് എത്തിയല്ലോ. അകത്തുനിന്ന് ഓടി വന്ന അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. ആര്യ ചേച്ചിയുടെ വീട്ടിൽ എന്താടി വിശേഷം? ലക്ഷ്മി കേൾക്കും വിധം ചെറു ചിരിയോടെ അഞ്ജുനോട് ചോദിച്ചുകൊണ്ട് അവളെയും കുട്ടി മുറിക്കകത്തേക്ക് നടന്നു നിവി. ചേച്ചിയുടെ വീട്ടിലെ അത്യാവശ്യം എന്തെന്ന് ഞാൻ അവരോട് പറയാൻ വന്നത്. നീയും അങ്ങനെ തന്നെ അവനെ പറഞ്ഞിട്ടുണ്ടാവുകയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്തായാലും രണ്ടാളും ഒരുപോലെ തന്നെ പറഞ്ഞല്ലോ, ഈശ്വരൻ കാത്തു. ബാഗ് നിവിയുടെ മടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബെഡിലേക്ക് ചാഞ്ഞു വീണു അഞ്ജു. നിവി ആ ബാഗ് ടേബിളിലേക്ക് എടുത്ത് വെച്ചു. എടി നിവി, നിന്റെ അമ്മായിമ്മയ്ക്ക് നിനക്ക് ബീഫ് പുരട്ടിയത് തന്നു വിട്ടിട്ടുണ്ടെടി, ആ ബാഗിലുണ്ട്, എടുത്ത് കഴിച്ചു നോക്ക്. കയ്യിൽ തല താങ്ങി ഉയർത്തി വെച്ച് കിടന്നുണ്ട് ഒരുത്തി ചെറിയൊരു കുറുമ്പോടെ പറഞ്ഞു. അഞ്ജു, എൻ്റെ എല്ലാ കാര്യങ്ങളും മറഞ്ഞു വെച്ചിട്ട് നിനക്കെന്നെ നിന്റെ ഏട്ടൻ്റെ പാതിയായി കാണാൻ ഇഷ്ടമാണോ? കുനിഞ്ഞു പോയ മുഖത്തോടെ നിവി ചോദിച്ചു. ആ മനുവിനെ പ്രണയിച്ചതോ അതോ നിശ്ചയത്തിൽ എത്തി ആലോചന മുടങ്ങിയതോ? ഇതിലെന്താണ് നിന്റെ കുറവെന്ന് നീ കരുതുന്നത്? ഇനിയിപ്പോൾ അതിലും വലിയ കുറവ് നിനക്കുണ്ടെങ്കിലും ഞാനങ്ങ് സഹിച്ചു. എനിക്ക് നീ മതിയിലെ പെണ്ണെ ഏട്ടത്തിയായിട്ട്. മെല്ലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് അഞ്ജു അവളെ കുഞ്ചിച്ചു പറഞ്ഞു. എല്ലാ കുറവും തന്നെയല്ല അഞ്ജു, എങ്കിൽ എൻ്റെ ഏട്ടന് കുറവുകളുണ്ടല്ലോ. അപ്പോൾ രണ്ടു കുറവുള്ളവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ആ കുറവ് താനെ പരിഹരിക്കപ്പെട്ടോളും. നിവിയുടെ മങ്ങി മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെയാണ് അവൾ പറഞ്ഞത്.
ദേ പെണേ, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ നിന്റെ ഏട്ടത്തിയാണ്. ഇപ്പോൾ അതും ഇതും ഓർത്തിരുന്ന് ആ തല പോയ്ക്കാതെ എൻ്റെ പാവം അമ്മ മരുമോൾക്കായിട്ട് ഉണ്ടാക്കി തന്ന് വിട്ടതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. നാളെ ഈ മുഖമൊക്കെ ഒന്ന് മിനുക്കണം. അപ്പോഴും തെളിയത്ത മുഖവുമായിരിക്കുന്ന നിവിയുടെ കവിളിന്ന് വലിച്ചു വിട്ടുകൊണ്ട് അഞ്ജു പറഞ്ഞു, എനിക്ക് നിന്റെ ഏട്ടനെ പുള്ളി ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കാൻ കഴിയുമോ അഞ്ജു? വീണ്ടും ഓരോന്നോർത്ത് ചോദിക്കെ നിവിക്ക് സങ്കടം വന്നു. എൻ്റെ നിവി, നീ എൻ്റെ ഏട്ടനെ സ്നേഹിച്ച് ഞങ്ങളെ സ്നേഹിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുമ്പോൾ നിനക്ക് ഞാൻ ഇതിൻ്റെ മറുപടി തരാം. പിന്നെ എൻ്റെ ഏട്ടനെ നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊരു സംശയം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും വേണ്ട കേട്ടോ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ മടിയില്ലാത്ത ആളാണ് എൻ്റെ ഏട്ടൻ. നീ എൻ്റെ ഏട്ടൻ്റെ മനസ്സ് തുറന്നങ്ങ് സ്നേഹിച്ചാൽ മതി. നിന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ആ പാവം. അതുപോലെ നിൻ്റെ ഏട്ടനെ എൻ്റെ ഏട്ടൻ സ്വന്തം സഹോദരനായി ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഏട്ടനാണ് രഞ്ജു ചേട്ടന് നീയുമല്ല, എൻ്റെ ഏട്ടനാണ് എന്ന് പാവം എൻ്റെ അഭിയേട്ടനും കൂടെ തല്ലി പിടിക്കുമെന്നൊരു സംശയമേ എനിക്കുള്ളൂ. നിവിയുടെ മനസ്സിൽ തോന്നിയ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി പറഞ്ഞ ശബ്ദത്തിൽ നിവിക്ക് മനസ്സിലാക്കുമെന്നും പറഞ്ഞു കൊടുത്തു അഞ്ജു. അവളുടെ ആ വാക്കുകളുടെ ഉറപ്പിൽ മനസ്സിലെ ആകുലതകൾ അകറ്റി അഭിയുടെ താളി സ്വീകരിക്കാനും അവനോടൊപ്പം ജീവിക്കാനും മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമം തുടങ്ങി നിവിയും.